ഇതൊരു കഥയായിട്ട് ആരും കാണരുത്. നടന്ന കാര്യമാണ്. ആരോടും പറയാൻ പാടില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചില രാത്രികളിൽ ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഉള്ളിലെ പേടി മാറ്റാൻ ആരോടെങ്കിലും ഇതൊന്ന് പറയണമെന്ന് തോന്നും. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഞാൻ സൗമ്യ. കൊല്ലത്താണ് വീട്. നമ്മുടെ ഈ ടൗണിലെ വീടുകൾ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഒന്നിനോടൊന്ന് ചേർന്ന് ശ്വാസം മുട്ടി നിൽക്കുന്ന പോലെയാണ് വീടുകൾ. ഞങ്ങളുടെ വീടിൻ്റെ വർക്ക് ഏരിയയുടെ ജനലിൽ കൂടി കൈ പുറത്തേക്കിട്ടാൽ തൊട്ടടുത്ത വീടിൻ്റെ മതിലിൽ തൊടാം. അത്രയ്ക്ക് അടുത്താണ്. ഞാൻ അത്യാവശ്യം ധൈര്യമൊക്കെയുള്ള കൂട്ടത്തിലാണ്. പ്രേതത്തിലോ പിശാചിലോ ഒന്നും വലിയ വിശ്വാസമില്ല. എൻ്റെ ഭർത്താവ് മഹേഷ് ഏട്ടനും അങ്ങനെ തന്നെ. കണ്ണുകൊണ്ട് കാണാത്ത ഒന്നിനെയും വിശ്വസിക്കാത്ത പ്രകൃതം. എല്ലാം കൃത്യമായി പറഞ്ഞാൽ 6 മാസം മുമ്പാണ് തുടങ്ങിയത്. സമയം രാത്രി ഏകദേശം 7-7:30 കാണും. ഞാൻ അടുക്കളയിലെ പണികൾ ഒതുക്കുകയായിരുന്നു. അത്താഴത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ വേണ്ടി ഞാൻ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി. പതിവ് പോലെ പുറത്തെ ഇരുട്ട് കനത്തിരുന്നു. നമ്മുടെ കോളനിയിൽ അന്ന് സ്ട്രീറ്റ് ലൈറ്റ് കേടായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പുറത്ത് നല്ല ഇരുട്ടാണ്. വർക്ക് ഏരിയയിലെ ലൈറ്റ് ഇട്ടപ്പോൾ ആ വെളിച്ചം ഗ്രില്ല് വെച്ച ജനലിലൂടെ പുറത്തേക്ക് വീണു. ഞാൻ പാത്രം കഴുകാൻ സിങ്കിൻ്റെ മുന്നിൽ നിന്നു. എൻ്റെ തൊട്ടു മുന്നിലാണ് ജനൽ. ആ ജനലിലൂടെ നോക്കിയാൽ തൊട്ടടുത്ത വീടിൻ്റെ ടെറസ് കാണാം. ആ വീട് കുറച്ച് പഴയതാണ്. ഒറ്റ നില വീട്. നമ്മുടേത് 2 നില വീടാണ്. അതുകൊണ്ട് എൻ്റെ ഈ ജനലിൻ്റെ നേരെ തന്നെയാണ് ആ വീടിൻ്റെ ടെറസിൻ്റെ കിടപ്പ്. ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി. അവിടെ ആ ഇരുട്ടിൽ തൊട്ടപ്പുറത്തെ ടെറസിൽ ആരോ നടക്കുന്ന പോലെ തോന്നി. ഞാൻ പാത്രം തേക്കുന്നത് നിർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതൊരു സ്ത്രീയായിരുന്നു. നല്ല പ്രായമുള്ള, തലയൊക്കെ നരച്ച ഒരു സ്ത്രീ. അവർ ആ ടെറസിലെ വലിയ വാട്ടർ ടാങ്കിന് ചുറ്റും നടക്കുകയാണ്. ഒരു പഴയ സാരിയാണ് വേഷം. നിറം വ്യക്തമല്ല. എനിക്ക് ആദ്യം വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പ്രായമായവരല്ലേ, ഷുഗറോ പ്രഷറോ ഒക്കെ കാണും. ഡോക്ടർമാർ നടക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ തന്നെ പ്രായമായവർക്ക് വൈകുന്നേരം വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ വീണ്ടും പാത്രം കഴുകാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്കിടെ ഞാനൊന്ന് തലയുയർത്തി നോക്കും. അവർ നടക്കുകയാണ്. നിർത്താതെ വാട്ടർ ടാങ്കിന് ചുറ്റും വട്ടം കറങ്ങുകയാണ്. എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നിത്തുടങ്ങി. സാധാരണ ആരെങ്കിലും നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചുറ്റും നോക്കും, ആകാശത്തേക്ക് നോക്കും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ വെളിച്ചം കണ്ടാൽ അങ്ങോട്ടൊന്ന് നോക്കും. ഇവർ അതൊന്നും ചെയ്യുന്നില്ല. തല കുമ്പിട്ട് പിടിച്ചിരിക്കുകയാണ്. മുഖം വ്യക്തമല്ല. കൈകൾ രണ്ടും വശങ്ങളിലേക്ക് അയച്ചിട്ടിരിക്കുന്നു. നടക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. കാലുകൾ തറയിൽ ഉരച്ചുരച്ച് നീങ്ങുന്ന പോലെ. എനിക്കത് കണ്ടപ്പോൾ ചെറിയൊരു അസ്വസ്ഥത തോന്നി. പേടിയല്ല, എന്തോന്ന് ശരിയല്ല എന്നൊരു തോന്നൽ. ഞാൻ പണി വേഗം തീർത്ത് വർക്ക് ഏരിയയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് അകത്തേക്ക് കയറി. വാതിൽ കുറ്റിയിട്ടപ്പോൾ മനസ്സിന് ഒരു ആശ്വാസം തോന്നി. അന്ന് മഹേഷേട്ടൻ വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പുറത്തെ വീട്ടിൽ പ്രായമായ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെറസിൽ നടക്കുന്നത് കണ്ടു. ഏട്ടനത് കാര്യമാക്കിയില്ല. വാടകയ്ക്ക് ആരെങ്കിലും വന്നതാകും. നല്ല കാര്യം. ആ വീട് കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. 2 ദിവസം എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കാൻ തോന്നിയില്ല. പക്ഷേ 3-ാമത്തെ ദിവസം അതേ സമയം രാത്രി 7 മണി ഞാൻ വർക്ക് ഏരിയയിൽ നിൽക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് ജനലിലേക്ക് പോയി. എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവർ അവിടെയുണ്ട്. അതേ വേഷം, അതേ നടത്തം, അതേ വേഗത. ടാങ്കിന് ചുറ്റും വട്ടം വട്ടം. ഇത്തവണ ഞാൻ കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കി. അവർ നടക്കുന്നത് ആ കോൺക്രീറ്റ് ടാങ്കിനോട് ഒട്ടും വിടവില്ലാതെയാണ്. നമ്മൾ സാധാരണ നടക്കുമ്പോൾ ചുമരിലോ തൂണിലോ ഒന്നും തട്ടാതെ കുറച്ച് മാറി നടക്കുമല്ലോ. ഇവർ അങ്ങനെയല്ല. ടാങ്കിൻ്റെ ഭിത്തിയോട് ചേർന്ന്, ശരീരം ഉരസുമോ എന്ന് തോന്നിപ്പിക്കുന്ന അത്ര അടുത്ത്. അവരുടെ നടത്തത്തിന് ഒരു താളമുണ്ട്. ഒരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെ. ഇടറുന്നില്ല, കിതയ്ക്കുന്നില്ല. ഞാൻ അവിടെ അനങ്ങാതെ നിന്നു. എനിക്കെന്തുകൊണ്ടോ ആ സ്ത്രീ ഒന്ന് തലയുയർത്തി എന്നെ നോക്കണമെന്ന് തോന്നി. അവർ എന്നെ ഒന്ന് കണ്ടാൽ, ഒന്ന് ചിരിച്ചാൽ എൻ്റെ ഈ പേടി മാറുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ജനലിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. ചേച്ചി, ഞാൻ പതുക്കെ വിളിച്ചു.
ശബ്ദം പുറത്തു വന്നില്ല. തൊണ്ട വരണ്ടതുപോലെ. ഞാനൊന്ന് മുരടനക്കി. ചേച്ചി, എക്സസൈസ് ആണോ? എൻ്റെ ശബ്ദം ആ ഇരുട്ടിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ ആ രൂപം അനങ്ങിയില്ല. വിളി കേട്ടില്ല. ഒന്ന് തല തിരിച്ചു നോക്കിയതുപോലുമില്ല. അവർ ആ കറക്കം തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ സാന്നിധ്യം അവർ അറിഞ്ഞതായിട്ട് കൂടി തോന്നിയില്ല. അതോ അറിഞ്ഞിട്ടും അവഗണിച്ചതാണോ? ആ നിമിഷമാണ് എൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഭയം കയറിയത്. അതൊരു സാധാരണ അവഗണനയായിരുന്നില്ല. നമ്മൾ വഴിയെ പോകുന്ന ഒരു ഉറുമ്പിനെയോ അല്ലെങ്കിൽ കാറ്റിൽ പറക്കുന്ന ഒരു കരിയിലെയോ ഗൗനിക്കാത്ത പോലെ. എൻ്റെ അസ്തിത്വം അവർക്കൊരു വിഷയമേ അല്ല എന്നൊരു തോന്നൽ. ഞാൻ വേഗം ലൈറ്റ് ഓഫ് ചെയ്തു. അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ മഹേഷ് ഏട്ടനോട് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞു, ഏട്ടാ, ആ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീക്ക് എന്തോ കുഴപ്പമുണ്ട്. വിളിച്ചാൽ പോലും കേൾക്കില്ല. വല്ലാത്തൊരു നടപ്പാണ്. മഹേഷ് ഏട്ടൻ ഫോണിൽ നോക്കി കിടക്കുകയായിരുന്നു. നീ ഏത് വീടിൻ്റെ കാര്യമാ സൗമ്യ ഈ പറയുന്നത്? നമ്മുടെ അടുക്കള വശത്തുള്ള ആ ഒറ്റ നില വീട്. മഹേഷ് ഏട്ടൻ ഫോൺ മാറ്റിവെച്ചു. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സൗമ്യേ, നിനക്കുറപ്പാണോ? ആ വീട് പൂട്ടിയിട്ടിരിക്കുകയല്ലേ? അല്ല, പൂട്ടിയതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പോൾ അവിടെ ആളുണ്ട്. ഞാൻ കണ്ടതാ. ഞാൻ പറഞ്ഞു. മഹേഷ് ഏട്ടൻ ചിരിച്ചു. നിനക്ക് തോന്നുന്നതാകും. ആ വീടിൻ്റെ ഉടമസ്ഥൻ ഗൾഫിലാ. വീട് വിൽക്കാനിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ബ്രോക്കർ വന്നപ്പോൾ ഗേറ്റ് തുറക്കാൻ കീ വാങ്ങാൻ ഇവിടെ വന്നിരുന്നു. താക്കോൽ എൻ്റെ ബാഗിൽ തന്നെയുണ്ട്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. അല്ല ഏട്ടാ, ഞാൻ തമാശ പറയുകയല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരാളല്ലേ താക്കോൽ വയ്ക്കുന്നത്. വേറെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ കാണും. ആരെങ്കിലും വാടകയ്ക്ക് വന്നതാകും. മഹേഷ് ഏട്ടൻ എഴുന്നേറ്റു. ശരി, നിന്റെ സംശയം മാറ്റാം, വാ. ഞങ്ങൾ രണ്ടുപേരും കൂടി വർക്ക് ഏരിയയിലേക്ക് നടന്നു. എനിക്ക് വല്ലാത്തൊരു വിറയൽ വരുന്നുണ്ടായിരുന്നു. ഇനി അഥവാ അവിടെ ചെല്ലുമ്പോൾ ആരെയും കണ്ടില്ലെങ്കിൽ ഏട്ടൻ എന്നെ കളിയാക്കില്ലേ? ഞങ്ങൾ അടുക്കളയിലെത്തി. മഹേഷ് ഏട്ടൻ വർക്ക് ഏരിയയുടെ ലൈറ്റ് ഇട്ടു. ഞാൻ ജനലിന് പിന്നിൽ നിന്നു. ഏട്ടൻ ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി. എവിടെ? അവിടെ എങ്ങും ആരുമില്ലല്ലോ. ഞാനും എത്തി നോക്കി. സത്യം, ടെറസ് ശൂന്യമാണ്. വാട്ടർ ടാങ്ക് ഇരുട്ടിൽ വലിയ പെട്ടി പോലെ ഇരിക്കുന്നു. ആരുമില്ല. കണ്ടോ? നിനക്ക് തോന്നിയതാകും. അല്ലെങ്കിൽ അപ്പുറത്തെ റോഡിലൂടെ ആരെങ്കിലും നടന്നു പോയതിൻ്റെ നിഴലടിച്ചതാകും. മഹേഷ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. എൻ്റെ മനസ്സ് അത് സമ്മതിച്ചു തന്നില്ല. നിഴലെങ്ങനെയാണ് സാരി ഉടുക്കുന്നത്? നിഴലിനെങ്ങനെയാണ് നരച്ച മുടിയുണ്ടാകുന്നത്? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ കൈനീട്ടി. പെട്ടെന്ന് ഒരു ശബ്ദം. വളരെ നേർത്ത എന്നാൽ വ്യക്തമായൊരു ശബ്ദം. തുണി പരുക്കൻ സിമെൻറ്റിൽ ഉരയുന്ന ശബ്ദം. എൻ്റെ കൈ സ്വിച്ചിൽ തറഞ്ഞു നിന്നു. ഞാൻ വീണ്ടും പുറത്തേക്ക് നോക്കിയില്ല. നോക്കാൻ ധൈര്യം വന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അവർ അവിടെയുണ്ട് എന്ന്. മഹേഷ് ഏട്ടൻ നോക്കിയപ്പോൾ അവർ മറഞ്ഞു നിന്നതാകും. അല്ലെങ്കിൽ ഇരുട്ടിൽ ലയിച്ചു നിന്നതാകും. ഞാൻ ഓടി അകത്ത് കയറി വാതിലടച്ചു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാതുകളിൽ ആ ശബ്ദം മാത്രം. ഉരയുന്ന ശബ്ദം. പിറ്റേന്ന് പകൽ മുഴുവൻ ഞാൻ ആ വീടിനെ ശ്രദ്ധിച്ചു. ഗേറ്റ് വലിയൊരു താഴിട്ട് പൂട്ടിയിരിക്കുന്നു. മുറ്റത്തെ പുല്ലുകൾ മുട്ടിനു മുകളിൽ വളർന്നു നിൽക്കുന്നു. ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ആ മുറ്റമെങ്കിലും ഒന്ന് വെട്ടി വൃത്തിയാക്കില്ലേ? മുൻവാതിലിൻ്റെ പിടിയിൽ പൊടി പിടിച്ച് കിടക്കുന്നു. ജനലുകളെല്ലാം അടച്ചു പൂട്ടിയിരിക്കുന്നു. പുറമേ നിന്നുള്ള കാഴ്ചയിൽ മഹേഷ് ഏട്ടൻ പറഞ്ഞതാണ് ശരി. ആ വീട് വിജനമാണ്. പക്ഷേ രാത്രിയായാൽ... അന്ന് വൈകുന്നേരം 6:30 തന്നെ എനിക്ക് നെഞ്ചിടിപ്പ് തുടങ്ങി. ഇന്ന് നോക്കരുത്, ഇന്ന് വർക്ക് ഏരിയയിൽ പോകരുത്, ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് വിചിത്രമാണ്. പേടിയുള്ള കാര്യത്തോട് നമുക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നും. നോക്കരുത് എന്ന് വിചാരിക്കുമ്പോഴും കണ്ണ് അങ്ങോട്ടേക്ക് തന്നെ പോകും. 7 മണി. ഞാൻ അടുക്കളയിലെ ലൈറ്റ് ഇട്ടില്ല. ഇരുട്ടത്ത് വാതിലിൻ്റെ വിടവിലൂടെ ഞാൻ വർക്ക് ഏരിയയിലേക്ക് നോക്കി. പുറത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഇന്നും കത്തുന്നുണ്ടായിരുന്നില്ല. അയലത്തെ വീടുകളിൽ നിന്നുള്ള വെളിച്ചം അവിടെ ഇവിടെയായി വീഴുന്നുണ്ട്. ഞാൻ ജനലിലൂടെ ആ ടെറസിലേക്ക് നോക്കി. ഇത്തവണ അവർ അവിടെയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കണ്ട പോലെയല്ല. ഇത്തവണ അവർ നടക്കുകയല്ല, നിൽക്കുകയാണ്.
ടാങ്കിൻ്റെ അരികിൽ. പക്ഷെ തിരിഞ്ഞു നിൽക്കുകയല്ല. അവർ എൻ്റെ ജനലിന് നേരെ നോക്കി നിൽക്കുകയാണ്. മുഖം ഇപ്പോഴും വ്യക്തമല്ല, ഇരുട്ടാണ്. പക്ഷെ ആ നിൽപ്പ്, അത് എന്നെ കാണാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഞാൻ ഇരുട്ടത്താണ് നിൽക്കുന്നത്, അവർക്കെന്നെ കാണാൻ കഴിയില്ല. യുക്തി അതാണ് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു, അവർ എന്നെ കാണുന്നുണ്ട്. അല്ല, അവർ എന്നെ നോക്കുകയല്ല, ഞാൻ നോക്കുന്നത് അറിയുകയാണ്. പെട്ടെന്ന് അവർ അനങ്ങി, നടത്തം തുടങ്ങി. പതിവിലും വേഗത്തിൽ വട്ടം ചുറ്റുകയാണ് ടാങ്കിന് ചുറ്റും. ഇത്തവണ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ കാലുകൾ. സാരിയുടെ അടിയിൽ പാദങ്ങൾ കാണേണ്ടതാണ്. നടക്കുമ്പോൾ ഉപ്പൂറ്റി പൊങ്ങുന്നത് കാണേണ്ടതാണ്. പക്ഷേ ഇല്ല, ആ രൂപം തറയിലൂടെ തെന്നി നീങ്ങുന്നത് പോലെയാണ് പോകുന്നത്. എന്തോ ഭാരമുള്ള ഒന്ന് കെട്ടിവലിക്കുന്നത് പോലെ. ഞാൻ അവിടുന്ന് പിന്തിരിഞ്ഞു. എൻ്റെ ശരീരം മുഴുവൻ വിയർക്കുന്നുണ്ടായിരുന്നു. ഇത് മഹേഷ് ഏട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടൻ വിശ്വസിക്കില്ല. മാത്രമല്ല എനിക്ക് ഭ്രാന്താണെന്ന് പറയും. അടുത്ത 2 ദിവസവും ഇത് തുടർന്നു. എൻ്റെ ജീവിതം തന്നെ ആ 7 മണിയിലേക്ക് ചുരുങ്ങി. പകൽ മുഴുവൻ ഞാൻ ആലോചിക്കുന്നത് രാത്രി 7 മണിയെക്കുറിച്ചാണ്. ഇന്ന് വരുമോ? ഇന്നെന്ത് ചെയ്യും? 4-ാമത്തെ ദിവസം ഒരു മാറ്റമുണ്ടായി. അന്ന് ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ അവർ ടാങ്കിന് ചുറ്റും നടക്കുകയായിരുന്നില്ല. അവർ ടെറസിൻ്റെ കൈവരിക്കരികിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ ജനലിന് ഏറ്റവും അടുത്തുള്ള ഭാഗത്ത്. അവിടെ നിന്ന് നോക്കിയാൽ എൻ്റെ വർക്ക് ഏരിയ വ്യക്തമായി കാണാം. അവർ അവിടെ നിന്ന് കൈകൾ ഉയർത്തി, എന്തോ ചെയ്യുന്ന പോലെ. ഞാൻ സൂക്ഷിച്ചു നോക്കി. അവർ ആ കൈവരിയിൽ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് പോലെ. അല്ല, അവർ കയറാൻ ശ്രമിക്കുകയല്ല. അവർ ആ മതിലിൽ സ്വന്തം തല ഇടിക്കുകയാണ്. പതുക്കെ, താളത്തിൽ. ശബ്ദം കേൾക്കുന്നില്ല. പക്ഷെ ആ തലയുടെ ആട്ടം കണ്ടാൽ അറിയാം. നെറ്റികൊണ്ട് മതിലിൽ മുട്ടുകയാണ്. വേദനയോടെയല്ല, ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ. എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിലവിളിച്ചുകൊണ്ട് മഹേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി. ഏട്ടാ, വേഗം വാ, അവരിപ്പോൾ വീഴും. മതിലിൽ നിന്ന് താഴേക്ക് ചാടാൻ പോവുകയാണ്. മഹേഷ് ഏട്ടൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അലർച്ച കേട്ട് ഏട്ടൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾ 2 പേരും കൂടി പുറത്തേക്ക് ഓടി. വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്ന് ഗേറ്റിനടുത്തേക്ക് ഓടി. അപ്പുറത്തെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് നിന്ന് മുകളിലേക്ക് നോക്കി. ആരുമില്ല, ശൂന്യം. ടെറസിൻ്റെ കൈവരിയിലും ആരുമില്ല. മഹേഷ് ഏട്ടൻ ടോർച്ചടിച്ചു നോക്കി. ആ വെളിച്ചത്തിൽ ആ പഴയ വീടിൻ്റെ ഭിത്തികൾ വികൃതമായി കാണപ്പെട്ടു. നീ എന്താ സൗമ്യയി കാണിക്കുന്നത്? അവിടെ ആരുമില്ല. മഹേഷ് ഏട്ടൻ്റെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. അല്ല ഏട്ടാ, ഞാൻ കണ്ടതാണ്. അവർ തല മതിലിലിടിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ കരയുകയായിരുന്നു. മഹേഷ് ഏട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു. നീ വാ, നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാം. അന്ന് രാത്രി മഹേഷ് ഏട്ടൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടില്ല. ഞങ്ങൾ കിടപ്പുമുറിയിൽ ലൈറ്റ് ഇട്ട് തന്നെ കിടന്നു. മഹേഷ് ഏട്ടൻ ഉറങ്ങി. ഞാൻ കണ്ണു തുറന്ന് കിടന്നു. പുറത്ത് ജനലിനു വെളിയിൽ ചിവീടുകളുടെ കരച്ചിൽ മാത്രം. ഇല്ല, ചിവീടുകൾ മാത്രമല്ല, വേറെന്തോ ഒരു ശബ്ദം കൂടി കേൾക്കുന്നുണ്ട്. വളരെ നേർത്തത്. പക്ഷെ ഇത്തവണ അത് വരുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നല്ല. ശബ്ദം നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്നാണ്. മുകളിലെ നിലയിൽ നിന്ന് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. അവർ നമ്മുടെ ടെറസിലാണോ? എൻ്റെ നെഞ്ച് പൊട്ടുമെന്ന് തോന്നി. ഞാൻ ചെവി കൂർപ്പിച്ചു. അല്ല, ടെറസിലല്ല. ശബ്ദം വരുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിന് തൊട്ടുമുകളിലുള്ള വാട്ടർ ടാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഞങ്ങളുടെ ടാങ്കിന് ചുറ്റും ആരോ നടക്കുന്നു. അതേ താളത്തിൽ, വട്ടം വട്ടം. ഞാൻ മഹേഷ് ഏട്ടനെ വിളിച്ചുണർത്താൻ കൈ ഉയർത്തി. പക്ഷെ ഞാൻ തൊട്ടില്ല. എന്തെന്നാൽ ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് വെറും നടത്തത്തിൻ്റെ ശബ്ദമല്ല, അതൊരു സന്ദേശമാണ്. ഞാൻ അടുത്തു തന്നെയുണ്ട് എന്ന സന്ദേശം. എനിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ഇത് ഞാൻ മഹേഷ് ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ മുകളിലേക്ക് നോക്കാൻ പോകും. എനിക്കത് പേടിയായിരുന്നു. മഹേഷ് ഏട്ടൻ അത് കാണരുത്. അതുകൊണ്ട് ഞാൻ കണ്ണുകൾ മുറുകെ അടച്ചു. പുതപ്പ് തലവഴി മൂടി. ആ ശബ്ദം കേൾക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ
രാത്രി മുഴുവൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ആ വട്ടം ചുറ്റൽ തുടർന്നുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നി. മഹേഷേട്ടൻ എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷേ ഏട്ടൻ്റെ മുഖത്തും ഒരു വാട്ടമുണ്ടായിരുന്നു. രാത്രി ഏട്ടനും ആ ശബ്ദം കേട്ടിട്ടുണ്ടാകുമോ? എനിക്ക് ചോദിക്കാൻ ധൈര്യം വന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എനിക്ക് ഭ്രാന്താണോ അതോ സത്യമാണോ എന്നറിയണം. മഹേഷേട്ടൻ കുളിക്കാൻ കയറിയ സമയം. ഞാൻ ഏട്ടൻ്റെ ബാഗിൽ നിന്ന് ആ പഴയ വീടിൻ്റെ താക്കോലെടുത്തു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരോടും പറയാതെ വീടിൻ്റെ മുൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഉച്ചവെയിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നു. ആ വെയിൽ എനിക്ക് കുറച്ച് ധൈര്യം തന്നു. പകൽ വെളിച്ചത്തിൽ പ്രേതങ്ങൾ വരില്ലല്ലോ. ഞാൻ അയലത്തെ വീടിൻ്റെ ഗേറ്റ് തുറന്നു. തുരുമ്പിച്ച ഗേറ്റ് കരച്ചിലോടെ തുറന്നു. മുറ്റത്തെ പുല്ലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കാലിൽ എന്തൊക്കെയോ തടയുന്നുണ്ടായിരുന്നു. വീടിൻ്റെ വരാന്തയിലെത്തി. പൊടി പിടിച്ച മൊസൈക്ക് തറ. ഞാൻ താക്കോൽ ദ്വാരത്തിലിട്ട് തിരിച്ചു. ഒരു ചെറിയ ശബ്ദത്തോടെ പൂട്ട് തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഉള്ളിൽ നിന്ന് വന്നത് വല്ലാത്തൊരു ഗന്ധമായിരുന്നു. പഴയ സാധനങ്ങളുടെയും അടച്ചിട്ട മുറികളുടെയും മണം. ചൂട്, വല്ലാത്ത ചൂട്. ഉള്ളിൽ ഫർണിച്ചർ ഒന്നുമില്ല. ശൂന്യമായ ഹാൾ. ഞാൻ തറയിലേക്ക് നോക്കി. കട്ടിയുള്ള പൊടി അടിഞ്ഞു കിടപ്പുണ്ട്. മഹേഷേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ആരും വന്നിട്ടില്ല. തറയിൽ ഒരൊറ്റ കാൽപ്പാട് പോലുമില്ല. മനുഷ്യരല്ല, ഒരു എലി പോലും ഓടിയ പാടില്ല. എൻ്റെ ഉള്ളിലെ പേടി കുറച്ചു മാറി. എനിക്ക് വെറുതെ തോന്നിയതാകാം, മനസ്സിൻ്റെ തോന്നലുകൾ. പക്ഷേ വന്ന സ്ഥിതിക്ക് ടെറസ് കൂടി നോക്കിയിട്ട് പോകാം. ഞാൻ കോണിപ്പടികൾ കയറി. റെയിലിങ്ങിൽ തൊട്ടപ്പോൾ കയ്യിൽ ചെളിയും തുരുമ്പും പറ്റി. മുകളിലെത്തി. ടെറസിലേക്കുള്ള വാതിൽ ഞാൻ തുറന്നു. വെയിൽ മുഖത്തേക്ക് അടിച്ചു. ഞാൻ ടെറസിലേക്കിറങ്ങി. വിശാലമായ ടെറസ്. വർഷങ്ങളായി വൃത്തിയാക്കാത്തതുകൊണ്ട് തറയിൽ കറുത്ത പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. ചിലയിടത്ത് പായൽ വളർന്നു നിൽക്കുന്നു. വഴുക്കലുണ്ട്. ഞാൻ ചുറ്റും നോക്കി. ഇവിടെയും കാൽപ്പാടുകളൊന്നുമില്ല. ആ പായലിൽ ആരെങ്കിലും നടന്നിരുന്നെങ്കിൽ വ്യക്തമായി പതിഞ്ഞേനെ. പക്ഷെ ഒരിടത്തുപോലും ഒരു ചെറുവിരൽ പാടുപോലും കാണാനില്ല. ഞാൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എല്ലാം എൻ്റെ തോന്നലായിരുന്നു. രാത്രിയിലെ നിഴലുകളും എൻ്റെ പേടിയും കൂടിയുണ്ടാക്കിയ നുണകൾ. ഞാൻ തിരികെ പോകാൻ തിരിഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ വാട്ടർ ടാങ്ക് കണ്ടത്. ടെറസിൻ്റെ ഒരറ്റത്ത് ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് ടാങ്ക്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു. എൻ്റെ ശ്വാസം നിന്നുപോയി. ടാങ്കിന് ചുറ്റും തറയിൽ പൂപ്പലില്ല, പായലില്ല. ടാങ്കിന് ചുറ്റും കൃത്യമായ അളവിൽ ഒരു വൃത്തം വരച്ച പോലെ. അവിടെ സിമൻ്റ് തറ വെട്ടിത്തിളങ്ങുന്നു. അതൊരു കാൽപ്പാടല്ല. അവിടെ കാലടയാളങ്ങളില്ല. പകരം കോൺക്രീറ്റ് തറ കുഴിഞ്ഞിരിക്കുകയാണ്. ഏതോ വലിയ ഭാരം ദിവസങ്ങളോളം, അല്ല വർഷങ്ങളോളം ഒരേ വഴിയിലൂടെ ഒരേ അളവിൽ കെട്ടിവലിച്ചതുപോലെ. കല്ല് തേഞ്ഞു കുഴിഞ്ഞിരിക്കുന്നു. മിനുസമുള്ള ആഴത്തിലുള്ള ഒരു ചാൽ. ഞാൻ ആ ചാലിലേക്ക് നോക്കി നിന്നു. അതൊരു മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു മനുഷ്യൻ നടന്നാൽ ഇങ്ങനെയാകില്ല. ഇത് നിർത്താതെ, വിശ്രമമില്ലാതെ ഭാരമേറിയ എന്തോ ഒന്ന് ഇഴഞ്ഞു നീങ്ങിയതിൻ്റെ പാടാണ്. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ആ വെയിലത്തും എനിക്ക് തണുത്തു വിറച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കി. എൻ്റെ വർക്ക് ഏരിയയുടെ ജനൽ അവിടെ നിന്നാൽ കാണാം. അവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ അടുക്കള, വർക്ക് ഏരിയ എല്ലാം വ്യക്തമാണ്. ഞാൻ രാത്രി അവിടെ നിൽക്കുമ്പോൾ ഈ ടാങ്കിന് ചുറ്റും കറങ്ങുന്ന ആ സാധനം, അതിനെന്നെ കാണാൻ കഴിയും. അല്ല, അത് കറങ്ങുന്നത് തന്നെ എന്നെ നോക്കാൻ വേണ്ടിയാണ്. എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നി. ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ടാങ്കിൻ്റെ മറുവശത്തു നിന്നൊരു ശബ്ദം. പകൽ വെളിച്ചത്തിൽ, ഉച്ചവെയിലിൽ എന്തോ ഒന്ന് ടാങ്കിൻ്റെ പിന്നിൽ നിന്ന് ആ ചാലിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ ഓടിയില്ല, ഓടാൻ കഴിഞ്ഞില്ല. എൻ്റെ കാലുകൾ തറയിൽ ഉറച്ചുപോയി. ആ ശബ്ദം അടുത്തേക്ക് വരുന്നു. ഞാൻ കാത്തു നിന്നു. ടാങ്കിൻ്റെ വളവിനപ്പുറത്ത് നിന്ന് അത് വെളിയിലേക്ക് വരാൻ. ഞാൻ ആ ടെറസിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല.
പടി ഇറങ്ങുമ്പോൾ എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താക്കോൽ തിരിച്ച് പൂട്ടുമ്പോൾ ആ തുരുമ്പിച്ച ഗേറ്റുണ്ടാക്കിയ ശബ്ദം അതെൻ്റെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറിയത്. എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ താഴെ വീണു. അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ഒന്നുകൂടി മുകളിലേക്ക് നോക്കിപ്പോയി. ആ ടെറസിൻ്റെ കൈവരിക്ക് മുകളിൽ ഒന്നും കണ്ടില്ല. പക്ഷെ അവിടെ ആരോ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ. ഉണ്ടായിരുന്ന വെയിൽ പെട്ടെന്ന് മങ്ങിയതുപോലെ. ഞാൻ ഓടി വീട്ടിലേക്ക് കയറി. വാതിൽ കൊട്ടി അടച്ചു. ശ്വാസമെടുക്കാൻ പാടുപെടുകയായിരുന്നു ഞാൻ. മഹേഷേട്ടൻ കുളി കഴിഞ്ഞിറങ്ങിയിട്ടില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. ഞാൻ ആ താക്കോൽ തിരികെ ബാഗിൽ വെച്ചു. എൻ്റെ കൈകളിൽ അപ്പോഴും ആ പായലിൻ്റെ തണുപ്പുണ്ടായിരുന്നു. അല്ല, അത് തണുപ്പല്ല, അതൊരു വഴുവഴുപ്പാണ്. സോപ്പിട്ട് എത്ര കഴുകിയിട്ടും ആ തോന്നൽ പോകുന്നില്ല. അന്നുച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശപ്പില്ലായിരുന്നു. നിനക്ക് എന്തു പറ്റിയെന്ന് മഹേഷേട്ടൻ ചോദിച്ചു. മുഖം വല്ലാതെ ഇരിക്കുന്നു. വെയിൽ കൊണ്ടതിൻ്റെ തലവേദനയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഏട്ടൻ അത് വിശ്വസിച്ചു. പക്ഷെ എനിക്ക് ഉള്ളിൽ വേറൊരു പേടിയായിരുന്നു. ഞാൻ ടെറസിൽ പോയത്, ആ വട്ടം വരച്ച പാടുകൾ കണ്ടത്, അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അതറിഞ്ഞിട്ടുണ്ടാകുമോ? ഞാൻ അതിൻ്റെ അതിർത്തി ലംഘിച്ചു. അതിൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി. അതിന് ദേഷ്യം വന്നിട്ടുണ്ടാകുമോ? അന്ന് വൈകുന്നേരം നേരം ഇരുട്ടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലെ പിടച്ചൽ കൂടി. ഇനി ഒരിക്കലും ആ ജനൽ തുറക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. വർക്ക് ഏരിയയിലേക്ക് പോകില്ല. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഘടന അങ്ങനെയാണ്. അടുക്കളയിൽ നിന്ന് നോക്കിയാൽ വർക്ക് ഏരിയ കാണാം. അവിടെ നിന്ന് നോക്കിയാൽ ആ ജനലും. ഞാൻ അടുക്കളയിലെ ജനലുകളെല്ലാം നേരത്തെ അടച്ചു. കർട്ടനുകൾ വലിച്ചിട്ടു. വീടിനുള്ളിലെ ഒരു തരി വെളിച്ചം പോലും പുറത്തേക്ക് പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. 7 മണി. ഞാൻ ഹാളിലിരിക്കുകയായിരുന്നു. മഹേഷേട്ടൻ TV കാണുന്നു. സാധാരണ ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരിക്കും. എൻ്റെ മാറ്റം ഏട്ടൻ ശ്രദ്ധിച്ചു. നീ എന്താ ഇന്ന് നേരത്തെ പണിയൊതുക്കിയോ? അതെ, ഇന്ന് വലിയ പണിയൊന്നുമില്ല. ഞാൻ TV-യിലേക്ക് നോക്കിയിരുന്നു. പക്ഷെ എൻ്റെ ശ്രദ്ധ മുഴുവൻ ശബ്ദങ്ങളിലായിരുന്നു. പുറത്തെ ശബ്ദങ്ങൾ, കാറ്റിൻ്റെ ഇരമ്പൽ, തെരുവിലെ പട്ടികളുടെ കുര, പിന്നെ വേറെന്തോ ഒന്ന്. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ, ഞങ്ങളുടെ ടെറസിൽ. ആദ്യം അതൊരു ചെറിയ ശബ്ദമായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ടെറസിൽ വെള്ളം വീഴുന്ന പോലൊരു ശബ്ദം. ഞാൻ മഹേഷേട്ടനെ നോക്കി. ഏട്ടൻ ഒന്നും കേൾക്കുന്നില്ല. TV-യിലെ വാർത്തയിൽ മുഴുകിയിരിക്കുകയാണ്. ശബ്ദം മാറി. അതൊരു നടത്തമായി. പക്ഷെ മനുഷ്യൻ്റെ നടത്തമല്ല. നേരത്തെ കേട്ട അതേ ശബ്ദം, ഉരയുന്ന ശബ്ദം. പക്ഷെ ഇത്തവണ അത് വരുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നല്ല, നമ്മളുടെ വീടിൻ്റെ മുകളിലെ ടാങ്കിനടുത്താണ്. എൻ്റെ തലയ്ക്ക് നേരെ മുകളിൽ. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അതിങ്ങോട്ട് വന്നോ? ഞാൻ പോയതുകൊണ്ട് എൻ്റെ മണം പിടിച്ചത് വന്നതാണോ? ഞാൻ പതുക്കെ എഴുന്നേറ്റു. എന്താ സൗമ്യേ? മഹേഷേട്ടൻ ചോദിച്ചു. ഒന്നുമില്ലേട്ടാ, ഞാൻ വെള്ളം കുടിക്കാൻ. ഞാൻ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു, ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക്. അവിടെ നിൽക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാം. അതൊരു വട്ടം ചുറ്റലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വളരെ സാവധാനം, എന്തോ തിരയുന്നത് പോലെ, അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന എന്നെ നിരീക്ഷിക്കുന്നത് പോലെ. ഞാൻ വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുത്തു. ടാപ്പ് തുറന്നു. പൈപ്പിലൂടെ വെള്ളം വന്നു. പക്ഷെ ആ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിന് ഒരു താളമുണ്ട്, ഒരു വിറയൽ. അതിൽ നിന്നിടയ്ക്കിടെ വായു പോകുന്ന ശബ്ദം. മുകളിൽ ടാങ്കിലെ വെള്ളം കലങ്ങിയാൽ ഇങ്ങനെ വരാറുണ്ട്. വലിയ എന്തെങ്കിലും ടാങ്കിനുള്ളിൽ കിടന്ന് അനങ്ങിയാൽ വെള്ളം ഇങ്ങനെ വിറച്ചു വരും. ഞാൻ ആ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. അതിന് ചെറിയൊരു നിറം മാറ്റമുണ്ടോ? ഒരു പച്ച നിറം, പായലിൻ്റെ നിറം. ഞാൻ പെട്ടെന്ന് ടാപ്പ് അടച്ചു. എനിക്ക് ആ വെള്ളം തൊടാൻ തോന്നിയില്ല. ആ ടാങ്ക്, ഞങ്ങളുടെ വീടിൻ്റെ ടാങ്ക്, അതിനുള്ളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഓരോ തവണ ചോറ് വായിൽ വയ്ക്കുമ്പോഴും എനിക്ക് ആ സിമൻറ്റ് തറയിലെ ഉരഞ്ഞ പാടുകളാണ് ഓർമ്മയിൽ വന്നത്. ആ പാടുകൾ
എൻ്റെ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. രാത്രി കിടക്കാൻ നേരത്ത് മഹേഷേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയതെന്ന്. നീ വല്ലാതെ പേടിച്ചിരിക്കുന്നത് പോലെ. എനിക്ക് കരച്ചിൽ വന്നു. എല്ലാം തുറന്നു പറയാൻ തോന്നി. പക്ഷെ പറഞ്ഞാൽ ഏട്ടൻ എന്തു ചെയ്യും? ഏട്ടൻ ധൈര്യം കാണിക്കാൻ മുകളിലേക്ക് പോകും. ടോർച്ചും എടുത്ത് ടെറസിലേക്ക് ചെല്ലും. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. മഹേഷേട്ടൻ ആ ടെറസിൽ ഒറ്റയ്ക്ക്, ആ ഇരുട്ടിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഏട്ടാ, എനിക്ക് ആകെ ക്ഷീണം, വേഗം ഉറങ്ങാം. ഞങ്ങൾ കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്തു. മുറിയിൽ ഇരുട്ട് നിറഞ്ഞു. ജനൽ വിരികൾക്കിടയിലൂടെ പുറത്തെ വെളിച്ചം നേരിയ വരകളായി മുറിയിൽ വീഴുന്നുണ്ട്. ഞാൻ മഹേഷേട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഏട്ടൻ്റെ ചൂട് എനിക്ക് ആശ്വാസം തന്നു. മഹേഷേട്ടൻ പെട്ടെന്നുറങ്ങി. ഏട്ടൻ്റെ കൂർക്കം വരി കേട്ടു തുടങ്ങി. ഞാൻ മാത്രം ഉണർന്നു കിടന്നു. സമയം 12 കഴിഞ്ഞു കാണും. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ഇത്തവണ ടെറസിൽ നിന്നല്ല, ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ജനലിനോട് ചേർന്ന്. പുറത്ത്. ഞങ്ങളുടെ ജനൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പുറത്ത് വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഒരു ചെറിയ നടപ്പാതയുണ്ട്. അതിലൂടെ ആരോ നടക്കുന്നു. നടക്കുകയല്ല, ഇഴയുന്നു. ഭിത്തിയിൽ ഉരസിക്കൊണ്ട്. എനിക്ക് ആ ഭിത്തിയിൽ വിറയൽ അറിയാൻ കഴിയുന്നുണ്ട്. എൻ്റെ കട്ടിൽ ആ ഭിത്തിയോട് ചേർന്നാണ് ഇട്ടിരിക്കുന്നത്. ചുമരിൻ്റെ അപ്പുറത്ത് വെറും ഒരടി അകലത്തിൽ അത് നിൽക്കുന്നു. അതൊരു തുണി കൊണ്ട് ഉരസുന്ന ശബ്ദമല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതൊരു ശ്വാസമാണ്. വരണ്ട പരുക്കൻ ശ്വാസം. മുറിവുള്ള തൊണ്ടയിൽ നിന്ന് വരുന്ന ശ്വാസം. അത് ജനലിൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ജനലിൻ്റെ കർട്ടൻ നീങ്ങിയിട്ടുണ്ടോ? ഗ്ലാസ്സിലൂടെ അത് നോക്കുന്നുണ്ടാകുമോ? പെട്ടെന്ന് ജനൽ കമ്പിയിലൊരു ശബ്ദം. നഖം കൊണ്ട് കമ്പിയിൽ തട്ടുന്നതുപോലെ, അല്ലെങ്കിൽ ഒരു മോതിരം കൊണ്ട് തട്ടിയതുപോലെ. ഞാൻ ഞെട്ടി വിറച്ചുപോയി. മഹേഷേട്ടൻ ഒന്നനങ്ങി. ഉമ്മെന്ന് മൂളിക്കൊണ്ട് ഏട്ടൻ തിരിഞ്ഞു കിടന്നു. ഞാൻ അനങ്ങാതെ കിടന്നു. പുറത്തെ ആ സാന്നിധ്യം, അത് കാത്തു നിൽക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് നോക്കാൻ, കർട്ടൻ ഒന്ന് നീക്കാൻ. കുറേ നേരം അത് അവിടെ തന്നെ നിന്നു. പിന്നെ സാവധാനം അത് മുന്നോട്ട് നീങ്ങി, വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക്. അത് പോയപ്പോൾ എനിക്ക് ശ്വാസം നേരെ വീണു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ബാക്കിയായി. അതെന്തിനാണ് വന്നത്? അത് വെറുതെ വന്നതല്ല, അത് പരിശോധിക്കാൻ വന്നതാണ്. ഞാൻ ഉറങ്ങിയോ എന്ന് നോക്കാൻ. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ വല്ലാത്തൊരു തളർച്ചയായിരുന്നു. മഹേഷേട്ടൻ നേരത്തെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ തയ്യാറാവുന്നു. സൗമ്യേ, ഇന്നെങ്കിലും നിനക്ക് ആ അസുഖം മാറിയോ? മുഖം കണ്ടിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നല്ലോ. ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. കുഴപ്പമില്ല ഏട്ടാ. മഹേഷേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തരിച്ചായി. പകൽ വെളിച്ചം വീടിനുള്ളിൽ നിറഞ്ഞു. പക്ഷെ എനിക്ക് ആ വെളിച്ചത്തിലും സമാധാനം കിട്ടിയില്ല. ഞാൻ വർക്ക് ഏരിയയിലേക്ക് പോയി. എൻ്റെ പേടി മാറ്റാൻ വേണ്ടി മാത്രം. രാത്രി കേട്ടത് എൻ്റെ തോന്നലായിരുന്നുവെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ. ഞാൻ ജനൽ തുറന്നു. പുറത്തേക്ക് നോക്കി. അപ്പുറത്തെ ടെറസ് ശൂന്യമാണ്. ടാങ്ക് വെയിലത്ത് തിളങ്ങി നിൽക്കുന്നു. പക്ഷേ എൻ്റെ കണ്ണ് താഴേക്ക് പോയി. ഞങ്ങളുടെ വീടിൻ്റെ മതിലിനോട് ചേർന്ന്. അവിടെ മണ്ണിലൊരു പാടുണ്ട്. പുല്ലുകൾ അമർന്നു കിടക്കുന്നു. ഒരു പാമ്പിനെ പോലെ വീതിയുള്ള എന്തോ ഒന്ന് ഇഴഞ്ഞുപോയ പാട്. അത് മതിലിനോട് ചേർന്ന് എൻ്റെ ജനലിൻ്റെ അടിയിലൂടെ വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് നീളുന്നു. എൻ്റെ രക്തം മരവിച്ചു പോയി. ഇന്നലെ രാത്രി ഞാൻ കേട്ടത് സത്യമായിരുന്നു. അതിവിടെ വന്നിരുന്നു. ഈ പാട്, അത് അവസാനിക്കുന്നത് എവിടെയാണ്? ഞാൻ ആ പാടിനെ നോക്കി നടന്നു. വർക്ക് ഏരിയയുടെ പുറത്തെ ഭിത്തി വരെ അത് നീളുന്നു. പക്ഷെ അവിടെ ഭിത്തിയിൽ, പായൽ പിടിച്ച ഭിത്തിയിൽ ഒരു കൈപ്പാട്. മനുഷ്യൻ്റെ കൈപ്പാട് തന്നെ. പക്ഷെ അതിന് വലുപ്പം കൂടുതലാണ്. വിരലുകൾക്ക് നീളം കൂടുതലാണ്. ആ കൈപ്പാട് ഭിത്തിയിൽ അമർന്നിരിക്കുന്നു. അവിടെ പായൽ കരിഞ്ഞു പോയിരിക്കുന്നു. കറുത്ത നിറത്തിൽ, ഒരു വ്രണം പോലെ. ഞാൻ വേഗം ജനലടച്ചു. ഇനി എന്തു ചെയ്യും? ഇതാരോട് പറയും? മഹേഷേട്ടനെ വിളിച്ച് കാണിച്ചാലോ? പക്ഷെ ഏട്ടൻ വരുമ്പോഴേക്കും ആ പാട് മാഞ്ഞു പോയാലോ? അതോ ഏട്ടൻ പറയുമായിരിക്കും അത് പൂച്ച ചാടിയതാകുമെന്ന്. ഞാൻ പകൽ മുഴുവൻ വീടിനുള്ളിൽ തന്നെ ഇരുന്നു. പുറത്തിറങ്ങാൻ പേടി.
വീടിൻ്റെ ഓരോ മൂലയിലും എനിക്ക് കണ്ണുകളുള്ളതുപോലെ തോന്നി. ബാത്റൂമിൽ പോയാൽ വെന്റിലേറ്ററിലൂടെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? അടുക്കളയിൽ നിന്നാൽ ജനലിലൂടെ. ഉച്ചയ്ക്ക് ഞാൻ തുണി കഴുകാൻ വാഷിംഗ് മെഷീനിലിട്ടു. മെഷീനിൻ്റെ ശബ്ദം. ആ ശബ്ദത്തിനിടയിലും ഞാൻ കേട്ടു, മുകളിൽ സ്റ്റെയർ കേസിൽ ആരോ പടി ഇറങ്ങി വരുന്നു. വളരെ പതുക്കെ. ഓരോ പടിയും ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ക്രീക്ക് ശബ്ദം. ഞാൻ മെഷീൻ ഓഫ് ചെയ്തു. വീട് നിശബ്ദമായി. പടികളിൽ ശബ്ദമില്ല, ആരുമില്ല. ഞാൻ ഹാളിലേക്ക് നടന്നു. സ്റ്റെയർ കേസിലേക്ക് നോക്കി. ശൂന്യം. പക്ഷേ പടികളിൽ വിരിച്ചിരുന്ന മാറ്റുകൾ, അത് അല്പം വശത്തേക്ക് നീങ്ങിയിരിക്കുന്നു. ആരോ ചവിട്ടിത്തെന്നിയതുപോലെ. ഞാൻ ആ മാറ്റിലേക്ക് നോക്കി നിന്നു. ഞാനും മഹേഷേട്ടനും അല്ലാതെ ഇവിടെ വേറെ ആരുമില്ല. ഞാൻ മുകളിലേക്ക് പോയിട്ടില്ല. പിന്നെ ആരാണ് മാറ്റ് നീക്കിയത്? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, അത് പുറത്തല്ല, അതകത്താണ്. രാത്രി ജനലിലൂടെ നോക്കിയപ്പോൾ അത് പുറത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അകത്ത് കയറിയോ? എങ്ങനെ? വാതിലുകളെല്ലാം അടച്ചിരിക്കുകയല്ലേ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ടെറസിലേക്കുള്ള വാതിൽ, മുകളിലെ നിലയിലെ ടെറസിലേക്കുള്ള വാതിൽ ഞാനത് കുറ്റിയിട്ടിരുന്നോ? സാധാരണ മഹേഷേട്ടനാണത് ചെയ്യാറുള്ളത്. ഇന്നലെ ഏട്ടൻ ടെറസിൽ പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. അതുകൊണ്ട് അത് അടച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു സംശയം. ആ സംശയം തീർക്കാൻ എനിക്ക് മുകളിലേക്ക് പോകണം. പക്ഷെ കാലുകൾ അനങ്ങുന്നില്ല. മുകളിലെ നിലയിൽ ഇപ്പോൾ വലിയ നിശബ്ദതയാണ്. കനത്ത നിശബ്ദത. അവിടെ വായുവിന് പോലും ഭാരമുള്ളതുപോലെ. ഞാൻ പതുക്കെ ഓരോ പടിയായി കയറാൻ തുടങ്ങി. ഓരോ അടി വയ്ക്കുമ്പോഴും ഹൃദയം പടപടാ ഇടിക്കുന്നു. പകുതി എത്തിയപ്പോൾ എനിക്ക് മുകളിലെ ഹാൾ കാണാം. അവിടെ ആരുമില്ല. പക്ഷെ ആ ടെറസിലേക്കുള്ള വാതിൽ, അത് മെല്ലെ തുറന്നു കിടക്കുന്നു. ഒരു വിരൽ കടക്കാവുന്ന അകലത്തിൽ. ആ വിടവിലൂടെ ഉച്ചവെയിൽ അകത്തേക്ക് വീഴുന്നുണ്ട്. ആ വെളിച്ചത്തിൽ പൊടിപടലങ്ങൾ പറക്കുന്നു. ഞാൻ ആ വാതിലിലേക്ക് നോക്കി നിന്നു. ആ വിടവിലൂടെ പുറത്താരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന്. പെട്ടെന്ന് ആ വെളിച്ചമൊന്നു മങ്ങി. ആ വിടവിന് മുന്നിൽ ആരോ വന്നു നിന്നു. വാതിലിൻ്റെ അപ്പുറത്ത്. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഞാൻ അനങ്ങാതെ നിന്നു. ഇപ്പോൾ ആ വിടവിലൂടെ എനിക്ക് കാണാം ഒരു കണ്ണ്. അല്ല, കണ്ണല്ല, ഇരുണ്ട നിറമുള്ള എന്തോ ഒന്ന്. അത് വാതിലിൻ്റെ വിടവിലൂടെ എന്നെ നോക്കുന്നു. പിന്നെ സാവധാനം വാതിൽ തുറക്കാൻ തുടങ്ങി. തുരുമ്പിച്ച ഹിഞ്ചുകൾ കരഞ്ഞു. വാതിൽ പതുക്കെ അകത്തേക്ക് തുറക്കുന്നു. ഞാൻ കാത്തു നിന്നു. ആര് വരും? എന്തു വരും? പക്ഷേ വാതിൽ മുഴുവൻ തുറന്നപ്പോൾ അവിടെ ആരുമില്ല. വെറും ടെറസ് മാത്രം, വെയിൽ മാത്രം. പക്ഷേ ആ വാതിൽ തനിയെ തുറന്നതല്ല. കാറ്റില്ല, ആരോ തുറന്നതാണ്. എന്നെ വിളിക്കാൻ, മുകളിലേക്ക് വിളിക്കാൻ. ഞാൻ താഴേക്ക് ഓടി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഗേറ്റിന് പുറത്തു പോയി നിന്നു. റോഡിൽ ആളുകളെ കണ്ടപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനമായത്. അന്ന് വൈകുന്നേരം മഹേഷേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ പോയി നിന്നാലോ? മഹേഷേട്ടൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ പെട്ടെന്ന്, നിനക്ക് വയ്യേ? അല്ല, വെറുതെ ഒരു മാറ്റത്തിന്. അമ്മയെ കണ്ടിട്ട് കുറേ നാളായില്ലേ? ഞാൻ കെഞ്ചി. പക്ഷേ മഹേഷേട്ടൻ സമ്മതിച്ചില്ല. ഇപ്പോൾ പറ്റില്ല സൗമ്യേ, എനിക്ക് ഓഫീസിൽ തിരക്കുള്ള സമയമാണ്. ലീവ് കിട്ടില്ല. അടുത്ത മാസം നോക്കാം. എനിക്ക് കരച്ചിൽ വന്നു. അടുത്ത മാസം വരെ ഞാനിവിടെ ജീവനോടെ ഉണ്ടാകുമോ? അന്ന് രാത്രി, 5ാമത്തെ രാത്രി. ഇന്നൊരു മാറ്റമുണ്ട്. ഇന്ന് 7 മണിക്ക് ആരും വന്നില്ല. ഞാൻ പേടിച്ച് വർക്ക് ഏരിയയിൽ നോക്കി. അപ്പുറത്തെ ടെറസ് ശൂന്യമാണ്. 8 മണി, 9 മണി. ആരുമില്ല. ഒരു ശബ്ദവുമില്ല. അത് പോയോ? അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ? ഞങ്ങൾ കിടക്കാൻ പോയി. ഇന്ന് മഹേഷേട്ടൻ നല്ല ഉറക്കമാണ്. ഞാൻ കണ്ണു തുറന്ന് കിടന്നു. സമയം കടന്നുപോയി. 11 മണി, 12 മണി. വീട് ശാന്തമാണ്. ഒരു ശബ്ദവുമില്ല. എനിക്ക് പതുക്കെ ഉറക്കം വന്നു തുടങ്ങി. കണ്ണുകൾ അടഞ്ഞു. പെട്ടെന്ന് എൻ്റെ മുഖത്തൊരു തണുത്ത കാറ്റടിച്ചു. ഞാൻ ഞെട്ടി ഉണർന്നു. മുറിയിലെ ജനലുകളെല്ലാം അടച്ചതാണ്. പിന്നെ അവിടെ നിന്ന് കാറ്റ് വരുന്നു.
ഞാൻ എഴുന്നേറ്റിരുന്നു. ഇരുട്ടിൽ കണ്ണിന് ചുറ്റും പരതി. അപ്പോഴാണ് ഞാനത് കണ്ടത്. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ വാതിൽ അത് തുറന്നു കിടക്കുന്നു. ഞാൻ കുറ്റിയിട്ട വാതിലാണ്, എന്നിട്ടും അത് തുറന്നു കിടക്കുന്നു. ഹാളിലെ ഇരുട്ട് അകത്തേക്ക് വരുന്നു. ആ ഇരുട്ടിൽ നിന്ന് ആ പഴയ ശബ്ദം. ഇത്തവണ അത് ഹാളിൽ നിന്നാണ്. അത് മുറിയിലേക്ക് വരുന്നു. ഞാൻ മഹേഷേട്ടനെ വിളിക്കാൻ ശ്രമിച്ചു. ശബ്ദം പുറത്തു വന്നില്ല. എൻ്റെ തൊണ്ട മരവിച്ചു പോയി. ആ സാധനം അത് വാതിലിൻ്റെ ചട്ടക്കൂടിനരികിലെത്തി. ഞാൻ അതിനെ കണ്ടു. വ്യക്തമായി കണ്ടില്ല. ഒരു രൂപം, കറുത്ത കനത്ത ഒരു നിഴൽ. അതിന് ഉയരം കുറവാണ്, കൂനിപ്പിടിച്ച പോലെ. അതിൻ്റെ തല വല്ലാതെ വലുതാണ്. അത് വാതിലിൻ്റെ അരികിൽ നിന്ന് മുറിയിലേക്ക് എത്തി നോക്കുന്നു. അതിൻ്റെ കൈകൾ, നീളമുള്ള കൈകൾ, വാതിലിൻ്റെ കട്ടിളയിൽ പിടിച്ചിരിക്കുന്നു. അതകത്തേക്ക് കാലെടുത്തു വെച്ചു. അതിന് കാലുകളില്ല. സാരിയുടെ അറ്റം തറയിൽ കിടക്കുന്നു. അതിനിടയിൽ വെറും ഇരുട്ട് മാത്രം. അത് മുറിയിലേക്ക് തെന്നി നീങ്ങി. എൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക്. ഞാൻ ശ്വാസം പോലും വിടാതെ നോക്കിയിരുന്നു. അത് കട്ടിലിൻ്റെ അരികിൽ വന്നു നിന്നു. മഹേഷേട്ടൻ്റെ ഭാഗത്തല്ല, എൻ്റെ ഭാഗത്ത്. അതെന്നെ നോക്കി. അതിന് മുഖമില്ല, വെറുമൊരു കുഴി മാത്രം. അവിടെ നിന്നൊരു ശബ്ദം വന്നു. ഉരയുന്ന ശബ്ദമല്ല, അതൊരു മന്ത്രവാദം പോലെ, അല്ലെങ്കിൽ ഒരു പാട്ട് പോലെ, വളരെ നേർത്ത ശബ്ദത്തിൽ. നീ കണ്ടു. മലയാളമല്ല, മനുഷ്യൻ്റെ ഭാഷയല്ല, പക്ഷെ എനിക്കത് മനസ്സിലായി. നീ കണ്ടു. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇരുട്ട് നിറഞ്ഞു. ഞാൻ ബോധം കെട്ടു വീണു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ തറയിലാണ് കിടക്കുന്നത്. മഹേഷേട്ടൻ എന്നെ വിളിച്ചുണർത്തുന്നു. സൗമ്യ, നീ എന്തിനാ താഴെ കിടക്കുന്നത്? രാത്രി എപ്പോഴാ നിലത്ത് വീണത്? ഞാൻ കണ്ണു തുറന്നു. മുറിയിൽ വെളിച്ചമുണ്ട്. ആ രൂപമില്ല. ഞാൻ ചുറ്റും നോക്കി. വാതിൽ അടഞ്ഞു കിടക്കുന്നു, കുറ്റിയിട്ടിരിക്കുന്നു. മഹേഷേട്ടൻ പറഞ്ഞു, നീ സ്വപ്നം കണ്ടതാകുമെന്ന്. ഏട്ടൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ എഴുന്നേറ്റു. ഇന്നലെ രാത്രി കണ്ടത് സ്വപ്നമായിരുന്നോ? ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഞാൻ ബാത്റൂമിൽ പോയി മുഖം കഴുകി. കണ്ണാടിയിൽ നോക്കി. എൻ്റെ മുഖം വിളറിയിരിക്കുന്നു. കണ്ണിന് താഴെ കറുത്ത പാടുകൾ. ഞാൻ കഴുത്തിൽ വെള്ളമൊഴിക്കാൻ കുനിഞ്ഞു. അപ്പോഴാണ് കണ്ണാടിയിൽ എൻ്റെ കഴുത്ത് കണ്ടത്. എൻ്റെ കഴുത്തിന് ചുറ്റും ഒരു ചുവന്ന പാട്, നേർത്ത വൃത്താകൃതിയിലുള്ള ഒരു പാട്. കയർ മുറുക്കിയ പാടല്ല, എന്തോ ഒന്ന്, പരുക്കനായ എന്തോ ഒന്ന് കഴുത്തിൽ ഉരസിയ പാട്. ഇന്നലെ രാത്രി അതെൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നെ തൊട്ടു. ഇത് സ്വപ്നമല്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അപ്പുറത്തെ വീട്ടിലെ ആ ടാങ്കിന് ചുറ്റും നടന്നത് അത് വെറുതെ നടക്കുകയായിരുന്നില്ല. അത് ഒരുക്കം നടത്തുകയായിരുന്നു. എന്തിനുള്ള ഒരുക്കം എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഇനി എനിക്ക് രക്ഷയില്ല. ഈ വീടിനി എൻ്റേതല്ല, അതിൻ്റേതാണ്. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. കാപ്പി ഉണ്ടാക്കാൻ, പാത്രമെടുക്കാൻ കബോർഡ് തുറന്നു. അതിനുള്ളിൽ പാത്രങ്ങൾക്കിടയിൽ കുറച്ച് പായൽ, കറുത്ത വഴുവഴുപ്പുള്ള പായൽ. അപ്പുറത്തെ ടെറസിൽ കണ്ട അതേ പായൽ. അത് അടുക്കളയിലും എത്തിയിരിക്കുന്നു. ഞാൻ ആ പായലിലേക്ക് നോക്കി നിന്നു. അപ്പോൾ എൻ്റെ ചെവിയിൽ വീണ്ടും ആ ശബ്ദം. ഇത്തവണ പുറത്തുനിന്നല്ല, അകത്തു നിന്നുമല്ല, എൻ്റെ തലയ്ക്കുള്ളിൽ നിന്ന്. വട്ടം വട്ടം. എൻ്റെ ചിന്തകൾ വട്ടം ചുറ്റാൻ തുടങ്ങി. ആ ടാങ്കിന് ചുറ്റും എനിക്കും നടക്കണമെന്ന് തോന്നുന്നു. ടാങ്കിന് ചുറ്റും നിർത്താതെ, വിശ്രമമില്ലാതെ, ഉരച്ചുരച്ച്. കഴിഞ്ഞ 2 ദിവസമായി മഹേഷേട്ടന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഹാളിലെ ലൈറ്റ് ഓഫ് ചെയ്തില്ല. ടിവിയുടെ ശബ്ദം കുറച്ചു വെച്ചു. എന്നിട്ടും ആ ശബ്ദം എന്നെ വിട്ടുപോയില്ല. ഇന്നലെ രാത്രി ഏകദേശം 2 മണിയായി കാണും. നല്ല മഴയുണ്ടായിരുന്നു. മഴയുടെ ഇരമ്പിലിനിടയിലും എനിക്കത് വ്യക്തമായി കേൾക്കാം. എൻ്റെ കിടപ്പുമുറിയുടെ വാതിലിന് തൊട്ടുപുറത്ത്, ഹാളിൽ. ഇത്തവണ അത് പതുക്കെയായിരുന്നില്ല, നല്ല വേഗത്തിലായിരുന്നു. വാതിലിനു മുന്നിൽ അത് വട്ടം കറങ്ങുകയാണ്. ആരോ ഒരാൾ അസ്വസ്ഥനായി ദേഷ്യത്തോടെ
എൻ്റെ വാതിലിനു മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. വാതിലിൻ്റെ അടിയിലുള്ള വിടവിലൂടെ ഹാളിലെ വെളിച്ചം കാണാം. പെട്ടെന്ന് ആ വിടവിൽ ഒരു നിഴൽ വന്നു വീണു. ആരോ വാതിലിനോട് ചേർന്ന് നിൽക്കുന്നു. പിന്നെ കേട്ടത് ശ്വാസം മുട്ടുന്നത് പോലെ ഒരു ശബ്ദമാണ്. ഒരു ഞരക്കം. എനിക്ക് ആ ശബ്ദം പരിചയമുള്ള പോലെ തോന്നി. മഹേഷേട്ടാ, ഞാൻ വിളിച്ചു. മറുപടിയില്ല. നിഴൽ അനങ്ങുന്നില്ല. ഞാൻ ഫോണെടുത്ത് മഹേഷേട്ടനെ വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ട്. ഹാളിൽ വാതിലിനപ്പുറത്ത് ഫോൺ ബെല്ലടിക്കുന്നില്ല. ഏട്ടൻ അവിടെയില്ല. പിന്നെ ആരാണ് എൻ്റെ വാതിലിനോട് ചേർന്ന് നിൽക്കുന്നത്? ഞാൻ പേടിച്ച് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. നേരം വെളുക്കുവോളം ആ നിഴൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ വാതിൽ തുറക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷെ തുറന്നേ പറ്റൂ. ഞാൻ പതുക്കെ വാതിൽ തുറന്നു. ഹാളിൽ ആരുമില്ല. ടിവിയിൽ വാർത്ത ഓടുന്നുണ്ട്. പക്ഷേ വാതിലിന് തൊട്ടുമുന്നിൽ തറയിൽ ഞാനത് കണ്ടു. ടൈലിൽ ഒരു വൃത്തം വരഞ്ഞിരിക്കുന്നു. ചെളി കൊണ്ടുള്ള വൃത്തമല്ല. ടൈലിൻ്റെ ഗ്ലേസിംഗ് പോയിരിക്കുന്നു. അവിടെ ടൈൽ പരുക്കനായിരിക്കുന്നു. രാത്രി മുഴുവൻ അവിടെ ഉരച്ചുരച്ച് നടന്നതിൻ്റെ പാട്. എനിക്ക് കരയാൻ പോലും തോന്നിയില്ല. മരവിപ്പ് മാത്രം. വൈകുന്നേരം മഹേഷേട്ടൻ ജോലി കഴിഞ്ഞു വന്നു. ഏട്ടന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. മുഖം വല്ലാതെ കറുത്തിരിക്കുന്നു. എന്താ ഏട്ടാ വല്ലാത്ത ക്ഷീണം? ഞാൻ ചോദിച്ചു. ഏട്ടൻ സോഫയിലേക്ക് ഇരുന്നു. അറിയില്ല സൗമ്യേ, കാലിന് വല്ലാത്തൊരു വേദന. ഉപ്പൂറ്റി പുകയുന്ന പോലെ. എൻ്റെ ഉള്ളൊന്ന് കാളി. ഞാൻ ഏട്ടൻ്റെ കാലിലേക്ക് നോക്കി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ കുളിക്കാൻ എഴുന്നേറ്റു. ബാത്റൂമിലേക്ക് നടന്നു. പക്ഷെ ആ നടത്തം, എൻ്റെ ശ്വാസം നിന്നുപോയി. ഏട്ടൻ നടക്കുകയല്ല. വലതുകാൽ അല്പം മടക്കി തറയിലൂടെ വലിച്ചിഴയ്ക്കുകയാണ്. വേദന കൊണ്ടല്ല, ശീലമായതുപോലെ. ആ പഴയ ശബ്ദം, അപ്പുറത്തെ ടെറസിൽ നിന്ന് കേട്ട അതേ ശബ്ദം ഇപ്പോൾ എൻ്റെ വീടിനുള്ളിൽ, എൻ്റെ ഭർത്താവിൻ്റെ കാലടികളിൽ. ഞാൻ ഓടിപ്പോയി ജനൽ തുറന്നു. വർക്ക് ഏരിയയുടെ ജനൽ. ഞാൻ ആദ്യമായി ധൈര്യത്തോടെ അപ്പുറത്തെ ടെറസിലേക്ക് നോക്കി. അവിടെ ആ ടാങ്കിന് ചുറ്റും ആ വട്ടത്തിലുള്ള പാട്, അതവിടെയില്ല. സിമൻ്റ് തറയിൽ പായൽ നിറഞ്ഞു കിടക്കുന്നു. ഒരു പോറൽ പോലുമില്ലാതെ. എനിക്ക് കാര്യം മനസ്സിലായി. അതൊഴിഞ്ഞുപോയി. ആ പഴയ വീട് അതുപേക്ഷിച്ചു. അതിനിപ്പോൾ പുതിയൊരു വീട് കിട്ടിയിരിക്കുന്നു. പുതിയൊരു ശരീരം കിട്ടിയിരിക്കുന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. കൂടെ ആ നടപ്പിൻ്റെ ശബ്ദവും. ബാത്റൂമിനുള്ളിൽ ആ ചെറിയ സ്ഥലത്ത് മഹേഷേട്ടൻ വട്ടം ചുറ്റുകയാണ്. എനിക്കറിയാം, ഇനി ഈ ശബ്ദം നിലയ്ക്കില്ല. ഇത് എന്നെ തേടി വന്നതാണ്. ഇനി ഞാനും എൻ്റെ ഏട്ടനും ഈ വട്ടത്തിനുള്ളിലാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. ഒരിക്കലും.